എല്ലാ ദിവസവും ആ ആൺകുട്ടിക്ക് 6 സ്വർണ്ണമുട്ടകൾ ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ മുട്ടകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം കാട്ടിനുള്ളിൽ വെച്ച് അവൻ ഒരു ഭീമനെ കണ്ടു. അവനെ തിന്നാൻ ഭീമൻ വായുവിലേക്ക് ഉയർത്തി. ഭയം കാരണം ആ ആൺകുട്ടി പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ഭീമൻ അവനെ വിശ്വസിക്കുകയും, നീ എന്നെ എന്റെ വീടായ സ്വർഗത്തിലെത്തിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എല്ലാ ദിവസവും 6 സ്വർണ്ണമുട്ടകൾ നൽകാം എന്ന് പറയുകയും ചെയ്തു. ജാക്ക് വളരെ പാവപ്പെട്ടവനായതുകൊണ്ട് ഉടൻ തന്നെ സമ്മതിച്ചു. എന്നാൽ ചോദ്യമിതായിരുന്നു, ഒരു മനുഷ്യന് എങ്ങനെ ആകാശത്തേക്ക് പോകാൻ കഴിയും? അടുത്ത ദിവസം അവൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് ഒരു നിഗൂഢനായ മാന്ത്രികന്റെ അടുത്ത് പോയി. ആദ്യം മാന്ത്രികൻ വിസമ്മതിച്ചു. പിന്നെ ജാക്ക് തന്റെ നാണയങ്ങൾ അവന് മുന്നിൽ വെച്ചു. മാന്ത്രികൻ പുഞ്ചിരിക്കുകയും അവനൊരു മാന്ത്രിക അപ്പം നൽകുകയും ചെയ്തു. ജാക്ക് വേഗം ഭീമനെ ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ആ അപ്പം മണ്ണിൽ കുഴിച്ചിട്ടു. പെട്ടെന്ന് ആ അപ്പം വേഗത്തിൽ വളരാൻ തുടങ്ങി. ജാക്കിനെ നേരെ മേഘങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട ഗ്രാമവാസികൾ ഞെട്ടിപ്പോയി. എന്നാൽ ആ അപ്പമരം വളരെ ദുർബലമായിരുന്നു. അതിനാൽ ജാക്ക് മുകളിൽ വെച്ച് പേടിക്കാൻ തുടങ്ങി. അവനെ ഭയന്ന നിലയിൽ കണ്ടപ്പോൾ ഭീമൻ അവനെ രക്ഷിക്കാൻ വേഗത്തിൽ മുകളിലേക്ക് കയറി. ഇതിനിടയിൽ ദുഷ്ടനായ കില്ലി ഒരു മഴുവുമായി വരികയും മരം മുറിക്കാൻ തുടങ്ങുകയും ചെയ്തു. മരം ശക്തിയായി കുലുങ്ങാൻ തുടങ്ങി. ജാക്കിന്റെ കൈ വഴുതുകയും അവൻ താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്തു. ഭീമൻ അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവനും താഴെ വീണു. ഭാഗ്യവശാൽ ജാക്ക് ഭീമന്റെ മൃദുവായ ശരീരത്തിൽ വീണ് രക്ഷപ്പെട്ടു. ആ നിമിഷം അപ്പമരം പെട്ടെന്ന് ഒടിഞ്ഞു വീഴുകയും ദുഷ്ടനായ കില്ലി അതിനടിയിൽ പെട്ടുപോവുകയും ചെയ്തു. ഗ്രാമവാസികൾ സഹായിക്കാൻ ഓടിയെത്തി. എന്നാൽ മരം വളരെ വലുതായതുകൊണ്ട് ആർക്കും അത് നീക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭീമൻ മുന്നോട്ട് വരികയും പഴയ ശത്രുത മറന്ന് കെല്ലിയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഭീമൻ തങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് ഗ്രാമവാസികൾക്ക് മനസ്സിലായത്. ഭീമൻ ആകാശത്തേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവർ മണ്ണിൽ മറ്റൊരു മാന്ത്രിക അപ്പം നട്ടു. താമസിയാതെ ആ അപ്പം വീണ്ടും മുളച്ചു. ജാക്ക് വിമുഖതയോടെ ഭീമനോട് വിട പറഞ്ഞു. ഭീമൻ അവന് യാത്രയയപ്പ് സമ്മാനമായി ഒരു സ്വർണ്ണമുട്ട നൽകി. ഗ്രാമവാസികളുടെ ഊഷ്മളമായ യാത്രയയപ്പിനിടയിൽ ഭീമൻ അപ്പമരത്തിൽ കയറി തന്റെ ലോകത്തേക്ക് മടങ്ങി. അന്നു മുതൽ ഗ്രാമവാസികൾക്ക് എല്ലാ ദിവസവും ഒരു സ്വർണ്ണമുട്ട ലഭിച്ചു. ഭീമന്റെ സുഹൃത്തായ ജാക്കിന് ദിവസവും 6 സ്വർണ്ണമുട്ടകൾ ലഭിക്കുകയും ചെയ്തു.